ലോകശ്രദ്ധ നേടിയ പരമ്പരാഗത കൈത്തറിയാണ് ബാലരാമപുരം കൈത്തറി. കുഴിത്തറകളിൽ നെയ്യുന്ന തുണികൾക്ക് ലഭിച്ച പെരുമയും അത്തരത്തിൽ തന്നെയാണ്. എന്നാൽ കൈത്തറി തുണികൾക്ക് വില കൂടുതലായതിനാൽ വിപണി പിടിച്ചു നിൽക്കാൻ വളരെ പ്രയാസമാണ്. കൈത്തറി തൊഴിലാളികളുടെ എണ്ണത്തിലെ കുറവും മേഖലയ്ക്ക് തിരിച്ചടിയാകുന്നുണ്ട്. ഓണത്തിന് കൈത്തറി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നുകൂടിയാണ് മലയാളിയെ സംബന്ധിച്ച്. പക്ഷെ അപ്പോഴും അതുയർത്തുന്ന ആ മേഖലയിൽ ഉയർത്തുന്ന പ്രതിസന്ധികളെ ഒന്ന് നോക്കാം. നൂറ്റാണ്ടുകളുടെ പെരുമയുള്ള ബാലരാമപുരം കൈത്തറി ഇന്നും പഴമ നഷ്ടപ്പെടാതെയാണ് നിലനിർത്തിക്കൊണ്ടുപോകുന്നത്. ഒട്ടും കലർപ്പില്ലാത്ത അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചാണ് കൈത്തറി തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു സാരിയോ മുണ്ടോ നിർമ്മിക്കാൻ ദിവസങ്ങൾ മുതൽ മാസങ്ങൾ വരെയാണ് വേണ്ടിവരുന്നത്. എന്നാൽ വില കൂടുതലായതിനാൽ കൈത്തറി വസ്ത്ര വിപണിയിൽ ആവശ്യക്കാർ കുറയുന്നു എന്നത് തിരിച്ചടിയാണ്. ഇപ്പോൾ ആൾക്കാർ വന്ന് ഇവിടെ സാധനം എടുക്കാൻ വരുന്നുണ്ട്. എടുക്കാൻ വരുമ്പോൾ ഇവിടുത്തെ സാധനം എടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് പറയും, ബാലിൻ്റെ അടുത്ത് ഇത്രയും വിലയില്ലല്ല, ഇതിനെക്കിട്ട് ഒരുപാട് താന്നില്ലേ ഇരിക്കണേ. അപ്പം ഞാൻ പറയാം, അത് ഒറിജിനൽ കൈത്തറി ആണെങ്കിൽ നല്ല റേറ്റ് കൊടുത്താലേ കിട്ടുള്ളൂ. ബാലിൻ്റെ അടുത്ത് എല്ലാം കൂടി കൂട്ടി ചേർത്തുകൊണ്ട് ഇപ്പം ബാലിൻ്റെ കൈത്തറി എന്ന് പറഞ്ഞ സാധനം കിട്ടാൻ പാടില്ല. ഇപ്പം കുറച്ച് മേഖലയിൽ മാത്രമേ ഈ പാരമ്പര്യ കൈത്തറിയുള്ളൂ. കൈത്തറി തൊഴിലാളികൾക്ക് കൂലിയായി ലഭിക്കുന്നത് തുച്ഛമായ തുകയാണ്. അതുകൊണ്ട് തന്നെ 1,00,000-ത്തിലേറെ ആളുകൾ തൊഴിലെടുത്തിരുന്ന ഈ മേഖലയിൽ ഇന്ന് വളരെ കുറച്ച് തൊഴിലാളികൾ മാത്രമാണ് ഉള്ളത്. സർക്കാർ വേണ്ട സഹായങ്ങൾ നൽകാതിരുന്നാൽ പരമ്പരാഗത കൈത്തറി നെയ്ത്ത് അന്യനിന്ന് പോകാനുള്ള സാധ്യതയും ഉയരുന്നു. വിവാഹ സമയങ്ങളിൽ, ഈ ഓണ സമയങ്ങളിൽ മാത്രമാണ് ഇവർക്ക് ഒരു ഉത്സാഹം, മനസ്സിനൊരു ഉത്സാഹവും ഉന്മേഷവും തോന്നുന്ന ഒരു രീതിയിലുള്ള തൊഴിലും നടക്കാനുള്ള സാഹചര്യവും പൈസ കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്ന ആ മേഖല ഇപ്പോൾ ആ സാഹചര്യവും തകർന്ന് കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അടിയന്തരമായി ഗവൺമെൻറ് ഇതിനു വേണ്ടിയുള്ള ഒരു പരിഹാരം കണ്ടില്ല എങ്കിൽ വളരെയധികം കൈത്തറി മേഖലയിലുള്ള വളരെയധികം ഈ യൂണിഫോം നെയ്യുന്ന തൊഴിലാളികൾ ഉൾപ്പെടെ പലരും ബുദ്ധിമുട്ടും കഷ്ടതയിലും ഓണത്തിന് പട്ടിണിയും കിടക്കേണ്ട ഒരു സാഹചര്യവും വരികയാണ്. കൈത്തറി ഉൽപ്പാദനം ഓണക്കാലം ലക്ഷ്യമിട്ട് തകൃതിയിൽ നടക്കുന്നുണ്ട്. നിലവാരമുള്ള വിവിധ ഇനം വസ്ത്രങ്ങളാണ് നെയ്ത്തുശാലയിൽ തയ്യാറാകുന്നത്. എന്നാൽ വില കൂടുതലെന്ന കാരണം ചൂണ്ടിക്കാട്ടി പലരും വാങ്ങാനെത്താറില്ല എന്നത് ആശങ്ക ഉയർത്തുന്നു. പരമ്പരാഗത രീതിയിൽ കൈത്തറി വസ്ത്രങ്ങൾ തുന്നിയെടുക്കാൻ ചിലപ്പോൾ മാസങ്ങൾ വേണ്ടിവരും. ഇവിടെ എത്തി ഇതെല്ലാം കാണുന്നവർ വിലപേശാനും തയ്യാറാകില്ല. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറ പേഴ്സൺ ഷാൻ ജോയ്സിനൊപ്പം വിഷ്ണു കരുണാകരൻ, കേരള വിഷൻ ന്യൂസ്.